ബ്രില്യൻസ് തന്നെയാണ്. ആർക്കും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും വരാം ആരാണ് എന്നുള്ളത്. ഒരു ജസ്റ്റ് ഇൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു ഷോട്ട് പോലും ഇപ്പോൾ വരാം ഒരാൾ പോലും അനങ്ങാൻ പറ്റുന്ന രീതിയിലല്ല സംഭവിച്ചിരിക്കുന്നത്. സൂപ്പർ തന്നെയാണ്. ക്വാളിറ്റി മോനെ. ഫസ്റ്റ് ഹാഫിന്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊളുത്തിട്ടുണ്ട്. ഈ കൊളുത്തിൽ ഇനി എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളതാണ് വല്ലാത്തൊരു തീ. ലാലേട്ടാ, ബിഗ് സല്യൂട്ട്. നമ്മൾ ഇത് ഫസ്റ്റ് കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. ആദ്യത്തെ 2 പാർട്ടും ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ കൊളുത്തിയിട്ടുണ്ട്. ആ വീണ്ടും ഒരിക്കൽ കൂടെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു 3 പാർട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ കണ്ടാൽ മാത്രമേ ഇത് റിവൈൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡും നമുക്ക് മനസ്സിലായി തന്നിട്ടുണ്ട്. എൻ്റെ മോനെ വേറെ ലെവലിൽ കൊളുത്തി എടുത്തു. കാരണം എന്താ അറിയാമോ, മൊത്തത്തിൽ ഇങ്ങനെ തൂക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ പടം അടിപൊളിയായിരുന്നു. ലാലേട്ടന് നമ്മൾ കുറെ നാളായിട്ട് ലാലേട്ടന്റെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അഭിനയിക്കല്ല, മൊത്തത്തിൽ ജീവിക്കുക തന്നെ ആയിരുന്നു ലാലേട്ടൻ. മീനയും അതുപോലെ തന്നെ നല്ലൊരു കുടുംബ ചിത്രം, ഓൺ ടൈം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ലാഗ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ആവശ്യത്തിന് എന്താണോ ആവശ്യം, ഒരു അനാവശ്യ ഡയലോഗോ അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. എല്ലാം ആപ്റ്റായിട്ട് മൊത്തത്തിൽ ക്രൂ മെമ്പേഴ്സിന് ഒരു കൺഗ്രാജുലേഷൻസ്. ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും നമ്മൾ ആ പ്രകൃതി ഭംഗി അതുപോലെ ഒപ്പി. നമ്മളൊക്കെ എപ്പോഴും സിനിമ കാണുമ്പോൾ ആ ഒരു പ്രകൃതിയോട് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അതെല്ലാം നല്ല രീതിയിൽ ബോറടിപ്പിക്കാതെ നമ്മൾ കണ്ടിരുന്നു. ഒരു 80s സിനിമ കാണുമ്പോൾ നമുക്കൊരു കുളിർമയുണ്ടാവും. ആ ഒരു കുളിർമ ഇതിനകത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു അമ്മയായതുകൊണ്ട്, ഒരു പെൺകുട്ടിയുടെ അമ്മയായതുകൊണ്ട്, ഈ ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു വേവലാതി, ഒരു പയ്യന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്ന, നല്ലൊരു പയ്യന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരെ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നിഴലിക്കുന്നുണ്ടായിരുന്നു ആ സിനിമയിൽ. മൊത്തത്തിൽ അടിപൊളി. പടം ഇതുവരെ ഓക്കെയാണ്. ലാലേട്ടൻ മിന്നിച്ച് ഒരു നിമിഷം ത്രില്ലിംഗ് ആയിരുന്നു. ലാലേട്ടൻ തൂക്കും. എങ്ങനെയാണെന്നറിയാം, ഇൻട്രോൾ വരെ പടം വളരെ സ്ലോ ആണ്. സീരിയൽ പോലെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ടൊന്നുമില്ല. ആദ്യത്തെ ഭാഗം സെക്കൻഡ് ഭാഗം പോലെ ഒരു ത്രില്ലിംഗ് ഇതുവരെ ഇല്ല. ഇൻട്രോളിന് ശേഷം എങ്ങനെയാണെന്ന് അറിയില്ല. പടം ഭയങ്കര സ്ലോ ആണ്. അത് ഇൻട്രോളിന് ശേഷം അറിയാൻ പറ്റുമോ? ഇതുവരെ ഉള്ളത് വെച്ച് വിജയിക്കുന്ന കാര്യം പാടായിരിക്കും. ഇൻട്രോളിന് ശേഷം ഉള്ളതും കൂടി നോക്കണം. ആദ്യം ഒരു നോർമൽ പടം പോലെ പോയി. അപ്പം ഏകദേശം ഇൻട്രോയിലായി നിൽക്കുന്നു. വമ്പ ടിഷ്യൂ വരെ വന്നിരിക്കുന്നതിൽ പടം ഇതുവരെ കൊള്ളാം.